ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വൻ ഗൂഢാലോചനയെന്ന റിമാൻഡ് റിപ്പോർട്ട്. സ്വർണ്ണപ്പാളികളിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി തട്ടിയെടുത്തത് 2 കിലോ സ്വർണം. പാളികളിൽ പൂശാൻ സ്പോൺസർ നൽകിയ സ്വർണവും ഉണ്ണികൃഷ്ണൻ പോറ്റി കവർന്നെന്നും റിപ്പോർട്ടിലുണ്ട്. തട്ടിയെടുത്ത സ്വർണം പലർക്കായി വീതിച്ചെന്നും ദേവസ്വം ഉദ്യോഗസ്ഥർ പങ്കുപറ്റിയെന്നുമാണ് പ്രതിയുടെ മൊഴി. സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ ഇടപെടലുകൾ റിമാൻഡ് റിപ്പോർട്ടിൽ അക്കമിട്ട് പറയുന്നുണ്ട്. ശബരിമലയെക്കുറിച്ച് കൃത്യമായ അറിവുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി ഗൂഢാലോചനയിലൂടെ നടത്തിയ സ്വർണ്ണക്കൊള്ളയെന്നാണ് SIT കണ്ടെത്തൽ. ദ്വാരപാലക ശില്പങ്ങളിലെയും ശ്രീകോവിലിന്റെ കട്ടളപ്പടിയിലുമുള്ള 2 കിലോ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി തട്ടിയെടുത്തു. വ്യാജരേഖകൾ ചമച്ചും വിശ്വാസവഞ്ചന കാണിച്ചുമായിരുന്നു തട്ടിപ്പ്. ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ച് അവരുടെ അറിവോടുകൂടിയാണ് സ്വർണം വേർതിരിച്ചെടുത്തത്. ഇത് മറച്ചുവയ്ക്കാൻ 394.900 ഗ്രാം സ്വർണം പൂശി ഇവ തിരികെ സന്നിധാനത്ത് എത്തിച്ച് കബളിപ്പിച്ചു. പകരം സ്വർണം പൂശാൻ സ്പോൺസർമാരിൽ നിന്നും സ്വർണം ശേഖരിച്ച് അതും തട്ടിയെടുത്തു. കർണാടക, തമിഴ്നാട്, ആന്ധ്ര തുടങ്ങിയ സ്ഥലങ്ങളിൽ സ്വർണ്ണപ്പാളികൾ പ്രദർശിപ്പിച്ച് ആചാരലംഘനം നടത്തിയെന്നും പറയുന്നു. കേസിൽ പ്രതികളായ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെയും റിമാൻഡ് റിപ്പോർട്ടിൽ ലക്ഷ്യമിടുന്നുണ്ട്. 2 മുതൽ 10 വരെയുള്ള ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരായ പ്രതികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് രേഖകൾ തിരുത്തിയും വ്യാജരേഖകൾ ചമച്ചും ഒത്താശ ചെയ്തുവെന്നാണ് കണ്ടെത്തൽ. എന്നാൽ തട്ടിയെടുത്ത സ്വർണം എന്തു ചെയ്തുവെന്ന് പരാമർശമില്ല. കൂട്ടുത്തരവാദികളുടെ പങ്കിനെപ്പറ്റി വിശദമായി അന്വേഷിക്കണമെന്നാണ് കസ്റ്റഡി അപേക്ഷയിൽ പറയുന്ന കാര്യം. പ്രതികളുടെ പ്രവർത്തികൾ സമൂഹത്തിലും വിശ്വാസികൾക്കിടയിലും ആശങ്ക ഉണ്ടാക്കിയെന്നും കസ്റ്റഡി റിപ്പോർട്ടിൽ പറയുന്നു. അതിനിടെ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെട്ട NSS പെരുന്ന കരയോഗം വൈസ് പ്രസിഡന്റ് കൂടിയായിരുന്ന മുരാരി ബാബുവിന്റെ രാജി NSS എഴുതി വാങ്ങി. വിവാദ കാലയളവിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവിനെ ദേവസ്വം ബോർഡ് സസ്പെൻഡ് ചെയ്തിരുന്നു. 24 തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ 2000 SIT കസ്റ്റഡിയിൽ വിട്ട് കോടതി. തന്നെ കുടുക്കിയവർ നിയമത്തിന് മുന്നിൽ വരുമെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രതികരണം. റാന്നി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നിറക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നേരെ ഷൂവെയറുണ്ടായി. തിരുവനന്തപുരത്ത് മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പിന്നീട് രാവിലെ 10:30 ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പ്രത്യേക അന്വേഷണ സംഘം റാന്നി കോടതിയിലെത്തി. അഭിഭാഷകരെ ഉൾപ്പെടെ പുറത്തിറക്കി രഹസ്യമായിട്ടായിരുന്നു കോടതി നടപടികൾ. ഇത് പൂർണ്ണമായും വീഡിയോയിൽ ചിത്രീകരിച്ചു. 14 ദിവസത്തേക്കാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിട്ടത്. തന്നെ കുടുക്കിയതെന്നായിരുന്നു കോടതിയിൽ നിന്ന് പുറത്തിറക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രതികരണം. എന്നെ കുടുക്കിയവർ ഇത് നിയമത്തിന്റെ മുമ്പിൽ വരും. ആരാണ് കുടുക്കിയത്? കോടതിയിൽ നിന്ന് പുറത്തിറക്കി വാഹനത്തിലേക്ക് കയറ്റുന്നതിനിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നേരെ ഷൂവെയറുണ്ടായി. BJP അയിരൂർ മണ്ഡലം പ്രസിഡന്റ് സിനു S പണിക്കറാണ് ചെരുപ്പെറിഞ്ഞത്. ഉച്ചയ്ക്ക് ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിച്ചു. ഇനി ബംഗളൂരു, ചെന്നൈ, ഹൈദരാബാദ് എന്നിവിടങ്ങളിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. സ്വർണ്ണപ്പാളികളും കട്ടിളപ്പാളികളും കാണാതായ 2 കേസുകളിൽ 1-ാം പ്രതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. 24 തിരുവനന്തപുരം, പത്തനംതിട്ട. സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റോട് പ്രതിഷേധം അവസാനിപ്പിക്കില്ലെന്ന നിലപാടിൽ ഉറച്ച് പ്രതിപക്ഷം. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള സൗഹൃദം ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപണം ആവർത്തിച്ചു. പിടിക്കേണ്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാത്രമല്ലെന്നാണ് BJPയുടെ നിലപാട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റിൽ സന്തോഷമുണ്ടെന്നായിരുന്നു ദേവസ്വം മന്ത്രി VN വാസവന്റെ പ്രതികരണം. നിയമത്തിന്റെ ദൃഷ്ടിയിൽ കുറ്റവാളികളെല്ലാം വരണം. വളരെ സന്തോഷമുണ്ട്. ആദ്യത്തെ പ്രതിയെ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ബാക്കി ചോദ്യം ചെയ്യൽ വരട്ടെ. എന്നാൽ ഇതോടെ വിവാദം അവസാനിക്കില്ലെന്ന മുന്നറിയിപ്പാണ് പ്രതിപക്ഷത്തിന്റേത്. കടകംപള്ളി സുരേന്ദ്രനെതിരെ വീണ്ടും പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. പോറ്റി മാത്രമല്ല, അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കം ദേവസ്വം ബോർഡ് മുഴുവൻ പ്രതിയായില്ലേ? അന്നത്തെ ദേവസ്വം മന്ത്രിയും പ്രതിയാവും, പോലീസ് ശരിയായിട്ട് അന്വേഷിച്ച. VD സതീശനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നായിരുന്നു കടകംപള്ളി സുരേന്ദ്രന്റെ മറുപടി. 2019 ക്രമക്കേട് നടന്നുവെന്നത് വാസ്തവമെന്ന അന്ന് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ. അതൊരു വാസ്തവമല്ലേ? അതിൽ പിന്നെ പ്രത്യേകിച്ച് എന്താ പ്രതികരിക്കേണ്ടത്? 2019 ഞാൻ മന്ത്രിയായിരുന്നു. വിജിലൻസിന്റെ നോട്ടപ്പുള്ളിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ എങ്ങനെ വിലസിയെന്നാണ് BJPയുടെ ചോദ്യം. 1-ാം പ്രതിയായ ആൾ എങ്ങനെ ഇത്രയും വർഷക്കാലം, 10-12 വർഷക്കാലം ശബരിമലയിൽ എങ്ങനെ വിലസി? ദേവസ്വം മന്ത്രി രാജിവെച്ചില്ലെങ്കിൽ കേന്ദ്ര ഏജൻസിയെ സമീപിക്കുമെന്ന് BJP ആവർത്തിച്ചു. ന്യൂസ് ഡെസ്ക് 24.
ശബരിമല ശ്രീകോവിലിന് മുന്നിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ പുനഃസ്ഥാപിച്ചു. തുലാമാസ പൂജകൾക്കായി നട തുറന്നതിനു ശേഷമാണ് 2 ദ്വാരപാലക ശില്പങ്ങളിലായി 14 സ്വർണ്ണപ്പാളികൾ സ്ഥാപിച്ചത്. ചെന്നൈയിൽ നിന്ന് അറ്റകുറ്റപ്പണികൾക്ക് ശേഷം എത്തിച്ച സ്വർണ്ണപ്പാളികൾ സന്നിധാനത്തെ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്ന് MG പ്രതീഷ് ചേരുകയാണ്. പ്രതീഷ്, ഗുഡ് ഈവനിംഗ്. അല്പസമയം മുമ്പാണ് ഭക്തിസാന്ദ്രമായ ചടങ്ങുകളോടുകൂടി തന്നെ ഈ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ പുനഃസ്ഥാപിച്ചത്. വിവരങ്ങൾ. നട തുറന്നത്. ഈ നട തുറക്കുന്ന ദിവസം ഇന്ന് പ്രത്യേക ചടങ്ങുകളോ പൂജകളോ ഇല്ല. പക്ഷേ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടപടിയായി ഉണ്ടായിരുന്നത് ഈ അറ്റകുറ്റപ്പണിക്ക് ശേഷം കൊണ്ടുവന്ന ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ തിരികെ സ്ഥാപിക്കുന്ന ചടങ്ങായിരുന്നു. അല്പസമയം മുമ്പാണ് ഈ നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം 2 ദ്വാരപാലക ശില്പങ്ങളിലെയും സ്വർണ്ണപ്പാളികൾ തിരികെ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ 98-99 കാലത്ത് ങ്ങളിലെയും സ്വർണ്ണപ്പാളികൾ തിരികെ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ 98-99 കാലത്ത് ചെമ്പിൽ സ്വർണം പൊതിഞ്ഞ പാളികളാണ് ഇപ്പോൾ ഈ സ്വർണം പൂശി അറ്റകുറ്റപ്പണി നടത്തി തിരികെ എത്തിച്ചിരിക്കുന്നത്. ഈ അല്പസമയം മുമ്പ് ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ച ഒന്നായിരുന്നു ഈ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് 2019 ഇത് അറ്റകുറ്റപ്പണിക്ക് എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് നൽകിയതാണ് വലിയ ക്രമക്കേടുകൾക്ക് ഇടയാക്കിയത്. ഇതിൽ നിന്ന് വലിയ തരത്തിൽ സ്വർണം അപഹരിച്ചു എന്നതാണ് ഈ കോടതി ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുള്ളത്. ഇന്ന് ഏകദേശം 2 കിലോയോളം സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി അപഹരിച്ചു എന്നതാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. അത്തരത്തിൽ വലിയ വിവാദങ്ങൾക്ക് ഇടയാക്കി അതിനെല്ലാം ആധാരമാക്കിയത് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന സ്വർണ്ണപ്പാളികളാണ്. ഇത് അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിൽ നിന്ന് സ്വർണം അപഹരിക്കുകയാണ് ഉണ്ടായതെന്ന് ദേവസ്വം വിജിലൻസും പിന്നീട് വന്ന പ്രത്യേക അന്വേഷണ സംഘവും കണ്ടെത്തി. 2025-ലും സമാനമായ തട്ടിപ്പ് നടത്താനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ആസൂത്രണം ചെയ്തിരുന്നത്. പക്ഷേ 2025-ൽ 2019 സമാനമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം ഇത് ദേവസ്വം ബോർഡ് കൊടുത്തുവിട്ടില്ല. ഉദ്യോഗസ്ഥർ കൃത്യമായി ഇതിന് മേൽനോട്ടം വഹിച്ചു. അങ്ങനെയാണ് ആ ഒരു തട്ടിപ്പിന് കളമൊരുങ്ങാതെ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഇത്തവണ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി തിരികെ കൊണ്ടുവന്നത്. പക്ഷേ ദേവസ്വം കമ്മീഷണറെ അറിയിച്ചില്ല, ഹൈക്കോടതി സ്പെഷ്യൽ കമ്മീഷണറെ അറിയിച്ചില്ല എന്നുള്ള വീഴ്ച ദേവസ്വം ബോർഡിന് ഉണ്ടായിരുന്നു. ഈ വീഴ്ച ഹൈക്കോടതിയെ സ്പെഷ്യൽ കമ്മീഷണർ അറിയിച്ചതോടുകൂടിയാണ് ഈ സ്വർണ്ണക്കൊള്ളയുടെ ഓരോ ഞെട്ടിക്കുന്ന വിവരങ്ങളും പുറത്തു വന്നിട്ടുള്ളത്. എന്തായാലും ഈ അറ്റകുറ്റപ്പണിക്ക് ശേഷം സ്വർണ്ണപ്പാളികൾ തിരികെ ശബരിമലയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ഭക്തർക്കൊന്നും തന്നെ നിയന്ത്രണം ഏർപ്പെടുത്താതെയാണ് സ്വർണ്ണപ്പാളികൾ തിരികെ സ്ഥാപിച്ചത്. ഭക്തരെ ഈ സന്നിധാനത്തേക്ക് സോപാനത്തേക്ക് കടത്തിവിട്ടുകൊണ്ട് തന്നെ ഒരു വശത്ത് ഈ സ്വർണ്ണപ്പാളികൾ സ്ഥാപിക്കുന്ന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും മണ്ഡല മകരവിളക്കിന് സമാനമായ തിരക്കാണ് ശബരിമലയിൽ അനുഭവപ്പെടുന്നത്. ഈ നാളെയാണ് മേൽശാന്തി നറുക്കെടുപ്പ്. വിശദാംശങ്ങളുമായി ചേരുകയായിരുന്നു MG പ്രതീഷ്. എറണാകുളം പള്ളുരുത്തി സെയിന്റ് റീത്താസ് പബ്ലിക് സ്കൂളിലെ ശിരോവസ്ത്ര വിവാദത്തിൽ സ്കൂളിന് ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി. ശിരോവസ്ത്രം ധരിച്ച വിദ്യാർത്ഥിനിയെ സ്കൂളിൽ പ്രവേശിപ്പിക്കണമെന്ന DDEയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യാൻ ഹൈക്കോടതി വിസമ്മതിച്ചു. മാനേജ്മെന്റ് നൽകിയ ഹർജിയിൽ വിദ്യാർത്ഥിനിയുടെ പിതാവ് കക്ഷി ചേരും. കുട്ടിക്ക് ശിരോവസ്ത്രം ധരിച്ച് സ്കൂളിൽ വരുന്നതിന് തടസ്സങ്ങളില്ലെന്ന DDEയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് സ്കൂൾ ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാൽ ഉത്തരവ് സ്റ്റേ ചെയ്യാൻ ഹൈക്കോടതി വിസമ്മതിച്ചു. വിഷയത്തിൽ സ്കൂളിനോട് കോടതി വിശദീകരണം തേടി. 149 മുസ്ലിം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ടെന്ന് മാനേജ്മെന്റിന് വേണ്ടി ഹാജരായ അഭിഭാഷക പറഞ്ഞു. സ്കൂളിലുള്ളത് കുട്ടികൾ മാത്രമാണെന്ന് കോടതി തിരുത്തി. വിവാദങ്ങൾക്കിടയിൽ സ്കൂൾ മാറാൻ തീരുമാനിച്ചിരിക്കുകയാണ് കുട്ടിയുടെ കുടുംബം. ഹിജാബ് ധരിച്ച് അവിടെ പഠിക്കുന്നത് മറ്റു കുട്ടികൾ ഭയമുളവാക്കുന്നുവെന്ന് ആ പ്രിൻസിപ്പൾ പറഞ്ഞപ്പോൾ എൻ്റെ കുട്ടിൻ്റെ മാനസികാവസ്ഥ വളരെ സങ്കീർണമായി. അങ്ങനെ ഒരു വാക്ക് ഒരു പ്രിൻസിപ്പൾ ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്കാണത്. എന്നാൽ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സ്കൂൾ മാനേജ്മെന്റ്. സ്കൂളിന്റെ നിയമവും നിയന്ത്രണങ്ങളും അനുസരിച്ച് വന്നാൽ വിദ്യാർത്ഥിയെ സ്വീകരിക്കുമെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ഹെലീന ആൽബി. ഇവിടുത്തെ ഈ സ്കൂളിലെ നിയമങ്ങളും നിബന്ധനകളും അനുസരിച്ച് ഞങ്ങളുടെ വിദ്യാർത്ഥിനി വന്നാൽ ആദ്യ ദിനം വന്ന അതേ സ്നേഹത്തിൽ വിദ്യാഭ്യാസം പൂർത്തിയാകുവോളം ആ കുഞ്ഞിനെ വിദ്യ നൽകാൻ ഞങ്ങൾ തയ്യാറാണ്. വിഷയത്തിൽ സ്കൂൾ മാനേജ്മെന്റിനെതിരെ രൂക്ഷമായ വിമർശനവുമായി ഇന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി രംഗത്തെത്തി. ഇവിടെ നമുക്ക് കാണാൻ ഒരു അത്ഭുതകരമായ കാര്യമാണ്. ശിരോവസ്ത്രം ധരിച്ചുകൊണ്ടുള്ള നിൽക്കുന്ന ടീച്ചറാണ് പിന്നെ കുട്ടിയോട് പറഞ്ഞത് ശിരോവസ്ത്രം ധരിക്കാൻ വേണ്ടി പാടില്ല എന്ന്.
അതൊക്കെ ഒരു വിരോധാഭാസമായിട്ട് മാത്രമേ നമുക്ക് കാണുന്നതിന് വേണ്ടി കഴിയുകയുള്ളൂ. വിഷയത്തിൽ വർഗീയ മുതലെടുപ്പിന് കോൺഗ്രസും SDPI ജമാഅത്തെ ഇസ്ലാമി അടക്കം ശ്രമിച്ചുവെന്ന് CPIM കുറ്റപ്പെടുത്തി. സ്കൂളിനെതിരെ കൂടുതൽ നടപടികൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകാനാണ് സാധ്യത. 24 കൊച്ചി. ജംബോ പട്ടിക പുറത്തിറങ്ങിയിട്ടും KPCC പുനഃസംഘടനയിൽ നേതാക്കൾക്ക് അതൃപ്തി. കെ മുരളീധരൻ, കെ സുധാകരൻ തുടങ്ങിയ നേതാക്കൾക്ക് പട്ടികയിൽ എതിർപ്പുണ്ട്. ചാണ്ടി ഉമ്മനെ പരിഗണിക്കാത്തതിലും ഒരു വിഭാഗം അമർഷത്തിലാണ്. കൂടിയാലോചിച്ചാണോ പട്ടിക പ്രഖ്യാപിച്ചതെന്ന ചോദ്യങ്ങൾക്ക് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മറുപടി നൽകിയില്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് തർക്കങ്ങൾ ഒഴിവാക്കാനാണ് KPCCയിൽ ജംബോ പട്ടിക തയ്യാറാക്കിയത്. പട്ടികയിൽ AI ഗ്രൂപ്പുകൾ തൃപ്തരെങ്കിലും കല്ലുകടി പൂർണ്ണമായും ഒഴിവാക്കാനായില്ല. കണ്ണൂരിന് പ്രാതിനിധ്യം ലഭിച്ചില്ലെന്നാണ് കെ സുധാകരന്റെ പരാതി. റിജിൽ മാക്കുറ്റിയെ നിർദ്ദേശിച്ചെങ്കിലും പരിഗണിച്ചില്ല. കെ മുരളീധരനും കടുത്ത അതൃപ്തിയിലാണ്. ഒരേ ഒരു പേര് പറഞ്ഞിട്ടും പരിഗണിച്ചില്ല. KM ഹാരിസിന്റെ പേരായിരുന്നു കെ മുരളീധരൻ മുന്നോട്ട് വെച്ചത്. കോൺഗ്രസിന്റെ വിശ്വാസ സംരക്ഷണ യാത്രയിൽ നിന്ന് വിട്ടുനിന്നാണ് ചാണ്ടി ഉമ്മൻ അതൃപ്തി പരസ്യമാക്കിയത്. ചാണ്ടി ഉമ്മൻ ഈസ് എ വെരി പ്രോമിസിംഗ് യങ്സ്റ്റർ, വെരി പ്രോമിസിംഗ് എനർജറ്റിക് ലീഡർ. പാർട്ടിയുടെ ഒരു കരുത്തുറ്റ നേതാവാണ് അദ്ദേഹം. പട്ടിക കൂടിയാലോചിച്ച് പ്രഖ്യാപിച്ചതാണോ എന്ന ചോദ്യങ്ങൾക്ക് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മറുപടി നൽകിയില്ല. എനിക്ക് ആകെയുള്ളൊരു ചെറിയ വിഷമം അതിന് KPCCയുടെ സെക്രട്ടറിമാരെ അനൗൺസ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള. പുനഃസംഘടനയെ പരസ്യമായി എതിർത്ത് AICC വക്താവ് ഷമാ മുഹമ്മദും രംഗത്തെത്തി. കഴിവ് ഒരു മാനദണ്ഡമാണോ എന്നായിരുന്നു ഷമാ മുഹമ്മദിന്റെ ഫേസ്ബുക്കിലെ പരിഹാസം. അതേസമയം മതിയായ പ്രാതിനിധ്യം ലഭിച്ചു എന്നാണ് AI ഗ്രൂപ്പുകളുടെ വിലയിരുത്തൽ. പുതിയ രാഷ്ട്രീയകാര്യ സമിതിയിൽ 3 പേരെയും വൈസ് പ്രസിഡന്റുമാരിൽ 4 പേരെയും A ഗ്രൂപ്പിന് ലഭിച്ചു. ജനറൽ സെക്രട്ടറിമാരിലും A ഗ്രൂപ്പിന് ആധിപത്യമുണ്ട്. മുന്നോട്ട് വെച്ചവരിൽ 19 പേരെ പരിഗണിച്ചു എന്ന സംതൃപ്തി രമേശ് ചെന്നിത്തലയ്ക്കുമുണ്ട്. സലിം മാലിക്, 24, തിരുവനന്തപുരം. ആദ്യഘട്ട വോട്ടെടുപ്പിനുള്ള പത്രികാ സമർപ്പണം അവസാനിച്ചതോടെ ബീഹാറിൽ രാഷ്ട്രീയ ചൂടേറി. മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുപ്പിന് ശേഷമേ തീരുമാനിക്കുമെന്ന പ്രതികരണം വിവാദമായതിനു പിന്നാലെ നിതീഷ് കുമാറുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൂടിക്കാഴ്ച നടത്തി. ഇനിയും സീറ്റ് തർക്കം അവസാനിക്കാത്തത് മഹാസഖ്യത്തിന് തലവേദനയാണ്. മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെ വസതിയിലെത്തിയാണ് അമിത്ഷാ കണ്ടത്. ഉപമുഖ്യമന്ത്രി സാമ്രാട് ചൌധരി, JDU MP സഞ്ജയ് ജാ തുടങ്ങിയ പ്രധാന നേതാക്കൾ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ BJPയും സഖ്യകക്ഷികളും മുഖ്യമന്ത്രിയെ തീരുമാനിക്കുകയുള്ളൂവെന്ന ദേശീയ മാധ്യമത്തിന് അമിത്ഷാ നൽകിയ പ്രതികരണം വിവാദമായിരുന്നു. പിന്നാലെയാണ് കൂടിക്കാഴ്ച. ബീഹാർ പുരോഗതികൾ കൈവരിച്ചുവെന്നും ലാലു പ്രസാദ് യാദവിന്റെയും റാബ്രി ദേവിയുടെയും ജംഗിൾ രാജ് NDA സർക്കാരാണ് അവസാനിപ്പിച്ചതെന്നും അമിത്ഷാ. ആദ്യഘട്ട വോട്ടെടുപ്പിനുള്ള പത്രികാ സമർപ്പണത്തിനുള്ള സമയപരിധി ഇന്ന് അവസാനിച്ചു. 49 പേരുടെ സ്ഥാനാർത്ഥി പട്ടിക കോൺഗ്രസ് പ്രഖ്യാപിച്ചു. CPI 6 മണ്ഡലങ്ങളിലും CPIM 4 മണ്ഡലങ്ങളിലും മത്സരിക്കും. അതിനിടെ ബെഗുസരായിലെ ബച്വാരിയിൽ CPIയും കോൺഗ്രസും സ്ഥാനാർത്ഥികളെ നിർത്തി. ബീഹാറിൽ പോരാട്ടത്തിനൊരുങ്ങി നേതാക്കൾ. പ്രധാനമന്ത്രി ഉൾപ്പെടെ 40ഓളം പ്രമുഖ നേതാക്കൾ NDAയ്ക്കായി ബീഹാറിൽ പ്രചരണത്തിനെത്തും. പ്രധാനപ്പെട്ട നേതാക്കളെ മഹാസഖ്യവും ബീഹാറിലേക്ക് എത്തിക്കും. പട്നയിൽ നിന്ന് ക്യാമറാമാൻ ജിജീന്ദ്രനൊപ്പം വിനീത VG, 24. കോഴിക്കോട് താമരശ്ശേരിയിലെ 9 വയസ്സുകാരിയുടെ മരണകാരണം അമീബിക് മസ്തിഷ്കജ്വരമല്ലെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് പിന്നാലെ പ്രതിഷേധം കടുപ്പിച്ചു കുടുംബം. താലൂക്ക് ആശുപത്രിയിലെ ചികിത്സാപ്പിഴവിൽ താമരശ്ശേരി ഡിവൈഎസ്പിക്ക് കുട്ടിയുടെ കുടുംബം പരാതി നൽകി. ചികിത്സാപ്പിഴവ് ഉണ്ടായിട്ടില്ല എന്നാണ് ആശുപത്രി സൂപ്രണ്ടിന്റെ വിശദീകരണം. ഓഗസ്റ്റ് 14 പനിയെ തുടർന്ന് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അനയയെ വൈകിട്ട് 3 മണിക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയെങ്കിലും മരണം സംഭവിച്ചു. കൃത്യമായി ചികിത്സ ലഭിക്കാത്തതുകൊണ്ടാണ് കുട്ടിയുടെ മരണം എന്നായിരുന്നു കുടുംബം ആരോപിച്ചിരുന്നത്. മൈക്രോബയോളജി വിഭാഗം നടത്തിയ പരിശോധനയിൽ അമീബയുടെ സാന്നിധ്യം കണ്ടെത്തി. ഇത് കുടുംബത്തെ അറിയിച്ചു. എന്നാൽ അമീബിക് മസ്തിഷ്ക ജ്വരം അല്ല മരണകാരണം എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഇൻഫ്ലുവൻസ A അണുബാധ കാരണമുള്ള വൈറൽ നിമോണിയയാണ് മരണകാരണം. ഇതോടെ ഉന്നയിച്ച ആരോപണം ശരിയെന്ന് കുടുംബം. ആരോഗ്യവകുപ്പിന്റെ കീഴിലുള്ള താലൂക്ക് താമരശ്ശേരി ആശുപത്രിയുടെ ചികിത്സക്കുറവും അവർ കുട്ടിയെ ശ്രദ്ധിക്കാത്തതും കൊണ്ടാണ് കുട്ടിക്ക് ഡെത്ത് സംഭവിച്ചതെന്നാണ് നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യം. അപ്പോൾ അതിപ്പോൾ അവിടെ തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ കുട്ടിയുടെ അടുത്ത് ഇങ്ങനെ ഒരു അവരുടെ ഒരു അശ്രദ്ധ മൂലമാണ് കുട്ടി ഡെത്തായതെന്നുള്ളത്. അതേസമയം ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ല എന്നാണ് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയുടെ വിശദീകരണം. നിമോണിയയുടെ ലക്ഷണം ഉണ്ടായിരുന്നില്ല. അമീബിക് മസ്തിഷ്ക ജ്വരമല്ലെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അമീബിക് മസ്തിഷ്ക ജ്വരമെന്ന മൈക്രോബയോളജി റിപ്പോർട്ടും നിലവിലുണ്ട്. ഇതിൽ വ്യക്തത വരുത്തേണ്ടത് മെഡിക്കൽ കോളേജും മെഡിക്കൽ ബോർഡുമാണെന്ന് സൂപ്രണ്ട്. 2 ഫോറൻസിക് എന്നുള്ളതും മറ്റതും മെഡിക്കൽ കോളേജിൽ തന്നെ റിപ്പോർട്ടിൽ ഇതാണ്. അത് അവരാണ് ക്ലാരിഫൈ ചെയ്യേണ്ടത്. മെഡിക്കൽ ബോർഡ് കൂട്ടിയിട്ട് അവർ ക്ലാരിഫൈ ചെയ്തേ. എനിക്കതിലൊന്നും പറയാനില്ല. ചികിത്സാ പിഴവാണെന്ന് ആരോപിച്ചായിരുന്നു കുട്ടിയുടെ പിതാവ് സനൂപ് താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടറെ ആക്രമിച്ചത്. ചികിത്സാ പിഴവിൽ നടപടി ആവശ്യപ്പെട്ട് താലൂക്ക് ആശുപത്രിയിൽ KSU പ്രവർത്തകർ പ്രതിഷേധിച്ചു. 24 കോഴിക്കോട്.
താമരശ്ശേരിയിൽ 9 വയസ്സുകാരി മരിച്ച സംഭവത്തിൽ അവ്യക്തത നീക്കാൻ ഡോക്ടർമാരോട് ആവശ്യപ്പെടുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. പ്രാഥമികമായ റിപ്പോർട്ട് DHSഉം DMEയും നൽകി. കുട്ടിക്ക് കൃത്യമായ ചികിത്സ നൽകി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ ടീം വിഷയത്തിൽ വിശദീകരണം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. കുഞ്ഞിന്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് എന്നുള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ടീം തന്നെ, ഡോക്ടേഴ്സ് തന്നെ അതിൽ കൃത്യമായിട്ടുള്ളൊരു വിശദീകരണം നൽകാനായിട്ട് പറയാം. മാധ്യമങ്ങളോടും ഇക്കാര്യം എന്താണ് എന്നുള്ളത്, ഇതിന്റെ ഒരു അവ്യക്തത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ, പലതരത്തിലുള്ള പ്രചരണങ്ങൾ നടക്കുന്ന സാഹചര്യത്തിലും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ടീമിനോട് ഇതെന്താണ് എന്നുള്ളത് അവർ തീർച്ചയായിട്ടും അത് പറയാനായിട്ട് ആവശ്യപ്പെടാം. അക്കാര്യത്തിൽ അതിലൊരു അവ്യക്തതയും ഇല്ല എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുള്ളത്. വളരെ വ്യക്തമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അവർ തന്നെ അതിൽ വിശദീകരണം നൽകുന്നതിന്, അതായത് പൊതുസമൂഹത്തോടോ അല്ലെങ്കിൽ മാധ്യമങ്ങളോടോ ആ രീതിയിൽ അവർ അത് പറയും. അതിൽ ആ രീതിയിൽ നമുക്ക് വ്യക്തത വരുത്താം. പാലിയേക്കരയിൽ ടോൾ പിരിവിന് അനുമതി നൽകി ഹൈക്കോടതി. പഴയ നിരക്ക് തുടരണമെന്ന ഉപാധിയോടെയാണ് 71 ദിവസത്തിന് ശേഷം ടോൾ പിരിവിന് ഡിവിഷൻ ബെഞ്ച് അനുമതി നൽകിയത്. ടോൾ പിരിവ് പുനരാരംഭിച്ചു. ടോൾ ബൂത്തിന് പോലീസ് സുരക്ഷ കൂട്ടി. ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാത നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നതിനെതിരെ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി ടോൾ വിലക്ക് ഏർപ്പെടുത്തിയത്. പിന്നാലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ മോണിറ്ററിംഗ് കമ്മിറ്റിയെ നിയോഗിച്ചു. ചിലയിടങ്ങളിൽ ഇപ്പോഴും പ്രശ്നങ്ങളുണ്ടെന്ന് തൃശൂർ ജില്ലാ കളക്ടർ ചൂണ്ടിക്കാണിച്ചെങ്കിലും ദേശീയപാത അതോറിറ്റിയെ കൂടി പരിഗണിച്ചാണ് ടോൾ വിലക്ക് നീക്കാനുള്ള ഹൈക്കോടതി തീരുമാനം. ജനപക്ഷത്ത് കൂടി നിന്നുള്ള തീരുമാനമായതിനാൽ പുതുക്കിയ ടോൾ നിരക്ക് ഈടാക്കരുതെന്നും കോടതി നിർദ്ദേശിച്ചു. ഒരു ദുരിതയാത്രയായിരിക്കും, ബ്ലോക്കായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം, യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം, ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഉത്തരവ് നിരാശാജനകമാണ്. യാത്രക്കാരുടെ ബുദ്ധിമുട്ടും ജനങ്ങളുടെ കഷ്ടപ്പാടും കോടതി കൃത്യമായി പരിശോധിച്ചിട്ടില്ല എന്ന് നമുക്ക് തോന്നുന്നു. പ്രത്യേക സാഹചര്യത്തിൽ ടോൾ ബൂത്തിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സർവീസ് റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ പൂർത്തിയാക്കാൻ കോടതി നിർദ്ദേശം നൽകി. 2 ആഴ്ചയ്ക്ക് ശേഷം ഹർജി വീണ്ടും പരിഗണിക്കും. വിഷ്ണു സുരേഷ്, 24 കൊച്ചി. ഓപ്പറേഷൻ നംഖോറിന്റെ ഭാഗമായി കസ്റ്റംസ് പിടിച്ചെടുത്ത ദുൽഖർ സൽമാന്റെ ലാൻഡ് റോവർ ഡിഫൻഡർ വാഹനം വിട്ടുനൽകും. വാഹനം കേരളത്തിന് പുറത്തു കൊണ്ടുപോകരുതെന്നാണ് നിർദ്ദേശം. ബാങ്ക് ഗ്യാരണ്ടിയോടെയാണ് വാഹനം വിട്ടുനൽകുക. ഹൈക്കോടതി ഇടപെടലിനെ തുടർന്നാണ് തീരുമാനം. അറബിക്കടലിൽ തീവ്ര ന്യൂനമർദ്ദ സാധ്യത. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴ തുടരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 10 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മലയോര മേഖലകളിൽ മഴ കനക്കാൻ സാധ്യതയുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലും കാറ്റോടും കൂടിയ മഴയ്ക്ക് സാധ്യത. കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.